നമസ്കാരം. ദില്ലിയിൽ ഇ.ഡി. പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്. മനീഷ് സിസോദിയെയും മറ്റ് എം.പിമാരെയൊക്കെ പിടിച്ചകത്തിട്ടിട്ടും ഒരു ഗുണമില്ല. കെജ്രിവാൾ പാർട്ടിയെ ഇങ്ങനെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ വിചാരിച്ചു മനീഷ് സിസോദി അല്ല ബുദ്ധി കേന്ദ്രം, യഥാർത്ഥത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കെജ്രിവാൾ തന്നെയാണ്. അപ്പോൾ കെജ്രിവാളിനെ തന്നെ പിടിച്ചകത്തിടാം. എന്നിട്ട് കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടു. എന്നിട്ടും കാര്യങ്ങൾ സ്മൂത്തായി മുന്നോട്ട് പോവുകയാണ്. വിചാരിച്ചതിൻ്റെ ഇരട്ടി പ്രത്യാഘാതം ഉണ്ടാകുന്ന സാഹചര്യമാണ്. അതിഷിയുടെ നേതൃത്വത്തിൽ ആം ആദ്മി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരാളെ പിടിച്ചകത്തുമ്പം ഓട്ടോമാറ്റിക്കായി പുതിയൊരാൾ ഉദയം കൊള്ളുകയാണ്. അപ്പോൾ പുതിയ ചില ഐഡിയകളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇ.ഡി. എന്താണെന്നറിയോ, ഇന്ന് ഇ.ഡിയുടേതായി ഉദ്ധരണി എന്നുള്ള നിലയിൽ ബി.ജെ.പിയുടെ നേതാക്കൾ തന്നെ ഉദ്ധരണിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ബി.ജെ.പി നേതാവ് സുധാംശു ത്രിവേദി പുതിയ ചില വാദങ്ങളുമായി വന്നത് ഇങ്ങനെയാണ്. പ്രതികളിൽ ഒരാളായ വിജയ് നായർ, അതിഷിയും സൗരഭുമായി അവർ മന്ത്രിമാരാണ് കേട്ടോ, രണ്ടുപേരും. അതായത് അതിഷി കഴിഞ്ഞാൽ സൗരഭാണ്. ഇനിയിപ്പോൾ അതിഷീനെ പിടിച്ചകത്തിട്ടാൽ സൗരഭ് വന്നിട്ട് നയിക്കോ എന്നുള്ള പേടി കൂടി ഉണ്ടാവും. അവരുമായി ബന്ധം പുലർത്തിയിരുന്നതായി കെജ്രിവാൾ മൊഴി നൽകിയിട്ടുണ്ട്. ഈ രണ്ട് മന്ത്രിമാരുടെ പങ്കിനെ പറ്റിയും ഇനി അന്വേഷിക്കേണ്ടി വരും. ഇതുവരെ അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചിട്ടുമില്ല. അദ്ദേഹം രാജിവെക്കുമോ, പുതിയ തന്ത്രം ഒരുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം എന്നാണ് ബി.ജെ.പിയുടെ നേതാവ് പറയുന്നത്. ഇത് വെറുതെ പറയുന്നതായിരിക്കില്ലല്ലോ, ഇമാതിരി ആലോചനകളൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ടാവും. ആം ആദ്മിയുടെ ബുദ്ധി കേന്ദ്രം എന്ന് കരുതപ്പെട്ടിരുന്ന ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട എം.പിയെയും ഉൾപ്പെടെ അകത്താക്കിയപ്പോൾ ബി.ജെ.പി വിചാരിച്ചു ഇത് റെഡിയാവും എന്ന്. എന്നാൽ കെജ്രിവാൾ പിന്നെയും ഈ ഭീഷണിക്ക് മുന്നിലും കീഴടങ്ങുന്നില്ല എന്ന് വന്നപ്പോഴാണ് അദ്ദേഹത്തെ തന്നെ അകത്തിട്ടത്. പാർട്ടിയിലെ 1, 2, 3, 4 ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ അകത്തേക്ക് പോകട്ടെ എന്നുള്ളതായിരുന്നു ബി.ജെ.പിയുടെ ഇ.ഡിയുടെ നിലപാട്. എന്നാൽ അതുകൊണ്ടും ആം ആദ്മി തളർന്നില്ല. അതിഷിയുടെ നേതൃത്വത്തിൽ കനത്ത പ്രതിരോധം തീർത്ത് ബി.ജെ.പിയുടെ സകല നീക്കങ്ങളും വെള്ളത്തിലാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലി മേഖലയിൽ ആകെ തിരിച്ചടി നേരിടും വിധമുള്ള പ്രചരണത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് അവർക്ക് മുന്നിൽ ഇനി അതിഷിയാണ്. അതിഷി മാത്രം പോരാ, അതിഷി പോയാൽ വേറെ ആരെങ്കിലും വന്നെങ്കിലും ഒന്നിച്ചിട്ട് തൊട്ടടുത്ത നേതാവിനെയും പിടിച്ചകത്തിടാം എന്നുള്ള ആലോചനകളുണ്ടോ എന്ന് നമുക്കറിയില്ല. അടുത്ത 2 നിര നേതാക്കൾ റെഡിയാക്കി കളയാം എന്നതായിരിക്കണം നീക്കം. അതിൻ്റെ ഭാഗമായി വേണം കെജ്രിവാളിൻ്റെ മൊഴി എന്ന പേരിൽ അതിഷിയുടെയും സൗരഭിൻ്റെയും പേരുമായുള്ള പുതിയ നീക്കം. എന്നാൽ അതുകൊണ്ടും അവസാനിക്കുന്നതല്ല ആം ആദ്മിയുടെ പോരാട്ട വീര്യം എന്ന് ബി.ജെ.പിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ? എന്തായാലും ഏജൻസികൾക്ക് ഇനിയും പിടിപ്പത് പണിയുണ്ടാകും എന്ന് സൂചിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് അന്വേഷണത്തിന് പുറത്ത് നടക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ 2 മുഖ്യമന്ത്രിമാരെ റെഡിയാക്കാൻ ഇറങ്ങിത്തിരിച്ച ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി ഏൽപ്പിക്കുന്ന തുടർ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തതിനെതിരായ പ്രതിഷേധം ബി.ജെ.പിയെ നിലം തൊടിക്കാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചു. കെജ്രിവാളിനെതിരായ നടപടി ഇന്ത്യ മുന്നണിക്കാകെ വലിയൊരു പ്രതിരോധത്തിനുള്ള ആവേശമുണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി. അതിനൊക്കെ അപ്പുറത്ത് 2 പുതിയ നേതാക്കളുടെ ഉദയവും ബി.ജെ.പിക്ക് ഭീഷണിയാണ്. ഹേമന്ത് സോറൻ്റെ ഭാര്യ കൽപ്പനയുടെയും കെജ്രിവാളിൻ്റെ ഭാര്യ സുനിതയുടെയും വരവ് കേവലമായ ഒരു അറസ്റ്റിനപ്പുറത്തേക്ക് പിടിച്ചാൽ കിട്ടാത്ത വിധം അവരുടെ പ്രതിരോധം വളരുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ ബി.ജെ.പി പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ ദില്ലിയിൽ നമ്മൾ കണ്ടത്. കെജ്രിവാളിൻ്റെ മൊഴി എന്ന പേരിൽ അതിഷിയുടെയും സൗരഭിൻ്റെയും പേരുകൂടി വലിച്ചിഴക്കുന്നതിന് പിന്നിൽ ഈ ഭാര്യമാരെ കൂടി ഭീഷണിപ്പെടുത്താം എന്നുള്ള ബോധം ചിലപ്പോൾ അവരുടെ പിന്നിലുണ്ടാവാം. യഥാർത്ഥത്തിൽ എന്താണ് ദില്ലിയിൽ സംഭവിക്കുന്നത്? പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെല്ലാം കെജ്രിവാളിൻ്റെ വാക്കിന് മറുവാക്കില്ലാത്തവരാണ്. മനീഷ് സിസോദിയയും സത്യേന്ദ്ര ജെയിനുമാണ് കെജ്രിവാൾ കഴിഞ്ഞാൽ പാർട്ടിയിലെ മറ്റ് 2 ശബ്ദങ്ങൾ. 2 പേരും മദ്യനയ കേസിൽ കെജ്രിവാളിന് മുമ്പേ അറസ്റ്റിലായി. അവരുടെ ജയിൽവാസത്തിനിടെ തനിക്കെതിരായ നീക്കം മുൻകൂട്ടി കണ്ട കെജ്രിവാൾ പാർട്ടിയുമായി മുന്നോട്ടു പോകേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ച് കൃത്യമായ പദ്ധതി തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് അറസ്റ്റ് നടപടിക്ക് പിന്നാലെ അതിഷിയുടെ രംഗപ്രവേശം. കെജ്രിവാൾ ദ്വിമുഖ പ്ലാനാണത്രേ ആസൂത്രണം ചെയ്തത്. 1 സർക്കാരിൻ്റെ കാര്യം, 2 പാർട്ടിയുടെ കാര്യം. അതിഷി സർക്കാരിൻ്റെ കാര്യങ്ങൾ, കെജ്രിവാളിനെതിരായ നീക്കങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം ഉൾപ്പെടെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി. അത് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. രണ്ടാമത്തേത് സാമൂഹ്യമായ ഒപ്പം രാഷ്ട്രീയമായ ഇടപെടലിൻ്റെ കാര്യമാണ്. അതിന് ഏറ്റവും കാര്യമായ ഇടപെടലിന് സാധ്യമാവുക തൻ്റെ ഭാര്യയ്ക്കായിരിക്കും എന്ന് കെജ്രിവാളിന് നല്ല ബോധമുണ്ടായിരുന്നു അത്രേ. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സുനിതയുടെ ഇടപെടൽ. സാമൂഹ്യമായ ഉത്തരവാദിത്തം എന്ന നിലയ്ക്കാണ് അവർ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ. അറസ്റ്റിന് ശേഷം 3 നീക്കങ്ങളാണ് സുനിത നടത്തിയത്. 1, ഇ.ഡിയുടെ നടപടിക്ക് ശേഷം ജയിലിൽ കഴിയുന്ന ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ്റെ ഭാര്യ കൽപ്പനയെ സന്ദർശിച്ച് കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകി. പരസ്യമായി അതിനുശേഷം പ്രതികരിക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെയും ഏജൻസികളുടെയും ഇടപെടലിനെക്കുറിച്ച് വ്യക്തത വരുത്തുകയും ചെയ്തു.
രണ്ടാമത്തേത്, ഇന്ത്യ മുന്നണിയുടെ റാലിക്ക് മുന്നോടിയായി കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ മുൻനിർത്തി ആരംഭിച്ച വാട്സപ്പ് ക്യാമ്പയിൻ ദേശീയ ശ്രദ്ധ നേടി. ഈ ക്യാമ്പയിനിലൂടെ സമൂഹത്തിന് വേണ്ടി പോരാടിയാണ് കെജ്രിവാൾ ജയിലിൽ പോയത് എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്താൻ അവർക്ക് കഴിഞ്ഞു. BJPയെ പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങളാണ് സുനിതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മൂന്നാമത്തേത്, ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലെ സുനിതയുടെ സാന്നിധ്യമാണ്. യോഗത്തിൽ ഏറ്റവും അധികം കയ്യടി നേടിയ ആവേശകരമായ പ്രസംഗമായി സുനിതയുടെ പ്രസംഗം മാറി. നാടകീയമായി അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിലിൽ നിന്നുള്ള സന്ദേശവും അവർ വായിച്ചു. ആ സന്ദേശത്തിൽ നാട് അകപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഗൗരവത്തിൽ അഭിസംബോധന ചെയ്യണം എന്ന ഒരു നായകൻ്റെ ഭാവം കാണാമായിരുന്നു. നിങ്ങളുടെ കെജ്രിവാൾ എന്നാണ് അവർ ആവർത്തിച്ച് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നത്. അതോടൊപ്പം ജയിലിലിരിക്കുമ്പോൾ ജനതയുടെ പ്രശ്നത്തെക്കുറിച്ചുള്ള ആകുലതകളാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്നും സുനിത ആ യോഗത്തിൽ ബോധ്യപ്പെടുത്തി. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവിൻ്റെ, എതിരാളികളുടെ കുരുക്കിൽപ്പെട്ട നേതാവിൻ്റെ അതിശക്തമായ സാമൂഹ്യ സാന്നിധ്യമാണ് സുനിതയുടെ പ്രസംഗത്തിലും ഇന്ത്യ മുന്നണിയുടെ റാലിയിലൂടെയും ബോധ്യപ്പെട്ടത്. സുനിതയെ മുൻനിർത്തിയുള്ള ആം ആദ്മിയുടെ നീക്കങ്ങളും പൊതുവേദികളിലെ അവരുടെ സാന്നിധ്യവും BJP പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഒരു അഴിമതി കേസിൽ അറസ്റ്റിലായ വെറും മുഖ്യമന്ത്രി എന്ന ഒരു പരിസമാപ്തിയാണ് BJP പ്രതീക്ഷിച്ചിരുന്നത്. കെജ്രിവാൾ ജയിലിലായതിനു ശേഷം പുറത്ത് കാത്തിരുന്ന BJPക്ക് പക്ഷേ ഇത്തരം സംഭവങ്ങൾ കനത്ത ആഘാതമായി മാറി. അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് സുനിതയായിരുന്നു. സുനിതയുടെ വാക്കുകൾ സമൂഹത്തിലാകെ ചർച്ചയാകുന്ന വിധത്തിൽ ഉയർന്നു കേട്ടു. അവരുടെ ഓരോ നീക്കവും BJPയുടെ പ്രതീക്ഷകളുടെ കരണത്ത് കിട്ടിയ അടിയായി മാറി. അതുകൊണ്ട് സുനിതയുടെ നീക്കങ്ങൾക്കെതിരെ BJP നേരിട്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അഴിമതി കേസിൽ അറസ്റ്റിലായ ഭർത്താവിൻ്റെ അഭാവത്തിൽ അധികാരം പിടിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു സ്ത്രീ എന്ന നിലയിൽ സുനിതയ്ക്കെതിരെ BJP നേതാക്കൾ പ്രസ്താവനകളുമായി രംഗത്തിറങ്ങി. ലാലു പ്രസാദ് ജയിലിലായപ്പോൾ ബീഹാർ മുഖ്യമന്ത്രിയായി തീർന്ന റാബ്രി ദേവിയോടാണ് BJP സുനിതയെ ഉപമിക്കുന്നത്, മുഖ്യമന്ത്രിയാകാൻ കൊതിച്ചു നടക്കുന്ന ഒരാൾ എന്ന നിലയിൽ. എന്നാൽ അതും BJPക്ക് ബൂമറാങ് ആകുന്ന അവസ്ഥയാണ്. കെജ്രിവാളിന് പിന്നാലെ സുനിതയെയും ക്രൂശിക്കാൻ രംഗത്തിറങ്ങിയ BJPക്കെതിരായ ജനവികാരം പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. BJP ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കെജ്രിവാളിൻ്റെ പങ്കാളി ഇത്രയും കെൽപ്പുള്ള ഒരു സ്ത്രീയായി ഉദിക്കും എന്ന്. അത് അവരെക്കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല, അവരാരെന്നറിയാതിരിക്കില്ല കേന്ദ്രം ഭരിക്കുന്ന ഇത്ര ദീർഘവീക്ഷണമുള്ള ഒരു പാർട്ടിക്ക്. പക്ഷേ ഭർത്താവ് അനിശ്ചിതമായി അഴിമതി കേസിൽ ജയിലിൽ കിടക്കുമ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ വീട്ടിൽ തളർന്ന് ദുഃഖിച്ചിരിക്കുന്ന സ്ത്രീ അങ്ങനെ സംഭവിക്കും എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. എന്നാൽ സുനിത വ്യക്തിപരതയിൽ മുഴുകി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളല്ല എന്നാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അന്വേഷണ ഏജൻസികളിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് അവർക്ക് കൃത്യമായി അറിയാം. BJP സർക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗിക്കുന്നു എന്ന ആരോപണം നേരിടുന്ന ആദായ നികുതി വകുപ്പിൽ ദീർഘകാലം പ്രവർത്തിച്ച സുനിതയ്ക്ക് അറിയില്ലെങ്കിൽ പിന്നെ ആർക്കറിയും? 22 വർഷം ആദായ നികുതി വകുപ്പിൽ സേവനമനുഷ്ഠിച്ച 1994 ബാച്ച് IRS ഉദ്യോഗസ്ഥയാണ് സുനിത. ഭോപ്പാലിലെ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചായിരുന്നു 1995 IRS ബാച്ചുകാരനായ അരവിന്ദ് കെജ്രിവാളിനെ 22 വർഷം ആദായ നികുതി വകുപ്പിൽ സേവനമനുഷ്ഠിച്ച 1994 ബാച്ച് IRS ഉദ്യോഗസ്ഥയാണ് സുനിത. ഭോപ്പാലിലെ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചായിരുന്നു 1995 IRS ബാച്ചുകാരനായ അരവിന്ദ് കെജ്രിവാളിനെ സുനിത കണ്ടുമുട്ടുന്നത്. സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറി വിവാഹത്തിലെത്തി. 2016 സർവീസിൽ നിന്ന് സുനിത സ്വയം വിരമിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു. ഡൽഹി ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണലിൽ കമ്മീഷണർ ആയി ജോലി ചെയ്യവെയായിരുന്നു സുനിതയുടെ വിരമിക്കൽ. കെജ്രിവാളിൻ്റെ ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റിൽ സുനിതയും സജീവമായി പങ്കെടുത്തിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ച സമയത്ത് സുനിത ഓഫീസിൽ നിന്ന് ലോങ് ലീവ് എടുത്ത് മാറി നിന്നത് വലിയ വാർത്തകളായിരുന്നു. പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വരുന്ന ആദായ നികുതി വകുപ്പിൽ നിന്ന് അവർ സ്വയം വിരമിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും കെജ്രിവാൾ ഒരു പോരാളിയായിരുന്നു. മുഖ്യമന്ത്രി പദവിയുടെ സുഖശീതളിമയിൽ വിഹരിച്ച് നടന്നയാളായിരുന്നില്ല കെജ്രിവാൾ. ആ ജീവിതത്തിൽ സുനിതയുടെ പങ്കും ചെറുതായിരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് കെജ്രിവാളിൻ്റെ ജയിൽവാസവും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്ന തിരിച്ചറിവ് അവർക്കുണ്ടാക്കിയത്. മാത്രമല്ല, താനും ആ പ്രവർത്തനത്തിൽ ഭാഗഭാക്കാകേണ്ട അനിവാര്യമായ സമയമാണ് ഇത് എന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. അല്ലാതെ BJP പ്രചരിപ്പിക്കും പോലെ അധികാരത്തിൻ്റെ പങ്ക് പറ്റാനുള്ള അത്യാഗ്രഹമല്ല അവരുടെ ഇടപെടലിന് പിന്നിൽ. കെജ്രിവാളിന് മുമ്പ് ED അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഷിബു സോറന്റെ ഭാര്യ കൽപ്പനയെ സന്ദർശിച്ചുകൊണ്ട് സുനിത എതിരാളികൾക്ക് നൽകിയത് കനപ്പെട്ട സന്ദേശമായിരുന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും തുടർ നടപടിയും കേവലമായ പ്രതികരണത്തിൽ ഒതുങ്ങാതിരിക്കാനുള്ള ജാഗ്രത അവരുടെ ഇടപെടലിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ റാലിയിൽ സുനിതയ്ക്കൊപ്പം തലയുയർത്തി നിന്ന കൽപ്പനയുടെ സാന്നിധ്യവും അതുകൊണ്ട് തന്നെയാണ് BJPക്ക് അടുത്ത തലവേദനയാവുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ 2024 ജനുവരി 31-നാണ്
ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്തത്. ഹേമന്ത് സോറന്റെ രാജിയിലേക്ക് നയിച്ച അന്വേഷണ സംഘത്തിന്റെ നടപടിക്ക് തൊട്ടു മുമ്പ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഭാര്യയെ കൊണ്ടുവരുന്നതിനുള്ള ആലോചനകൾ ഹേമന്ത് സോറൻ നടത്തിയിരുന്നു. എന്നാൽ രാജി മാത്രമാണ് പോംവഴിയെന്നും പാർട്ടിയിൽ നിന്ന് ഒരാളെ നിയമിച്ചില്ലെങ്കിൽ ആഭ്യന്തര കുഴപ്പമുണ്ടാകും എന്നും ഉള്ള തിരിച്ചറിവാണ് ഹേമന്ത് സോറനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. പാർട്ടിയിലെ നേതാക്കൾ വഴങ്ങിയാലും കുടുംബത്തിലെ പടലപ്പിണക്കം പാരയാകുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കൽപ്പനയെ മുഖ്യമന്ത്രിയാക്കിയാൽ ഭരണത്തെ ബാധിക്കുന്ന വിധത്തിൽ കുടുംബത്തിൽ നിന്ന് എതിർപ്പുയർന്നു. ഗാണ്ഡെ മണ്ഡലത്തിൽ നിന്നുള്ള MLA സർഫറാസ് അഹമ്മദ് രാജിവെച്ച് കൽപ്പനയെ മത്സരിപ്പിക്കാനുള്ള ആലോചനകൾ വന്നപ്പോൾ ഹേമന്തിൻ്റെ അന്തരിച്ച സഹോദരൻ ദുർഗ സോറന്റെ ഭാര്യ സീത സോറൻ കലാപം അഴിച്ചുവിട്ടു. ഇതോടെ ഈ നീക്കത്തിൽ നിന്ന് ഹേമന്ത് സോറൻ പിന്നോട്ടു പോയി. അന്നും റാബ്രി ദേവി ഓർമ്മിപ്പിച്ച് BJPക്കാർ രംഗത്തെത്തിയിരുന്നു. തൊട്ടു മുമ്പാണ് കൽപ്പനയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം അദ്ദേഹം ഉപേക്ഷിച്ചതും. പിന്നീട് പാർട്ടിയിൽ ആഭ്യന്തര കലാപം ഉണ്ടാകാത്ത വിധം ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചു. പക്ഷേ ജാർഖണ്ഡിൽ ഇപ്പോൾ താരം കൽപ്പനയാണ്. ഭർത്താവ് ജയിലിലിരിക്കുമ്പോൾ നാടിനു വേണ്ടി നിലകൊള്ളുന്ന നായിക എന്ന പരിവേഷമാണത്രേ കൽപ്പനയ്ക്കിപ്പോൾ. അറസ്റ്റിന് പിന്നാലെ JMM പ്രതിഷേധങ്ങളിൽ സ്ഥിര സാന്നിധ്യമായി കൽപ്പന സോറൻ. ഭരണകാര്യങ്ങളിലും പാർട്ടി പ്രവർത്തനങ്ങളിലും കൽപ്പന കാര്യമായി ഇടപെടുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങളിൽ സ്ഥിരമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതോടെ ഈ 48-കാരി JMMന്റെ ദേശീയ മുഖമായി മാറുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൽപ്പനയാണ് JMMന്റെ താരപ്രചാരകരിൽ ഒരാൾ. മാർച്ച് 4-ന് ഗാണ്ഡെ നിയമസഭാ മണ്ഡലത്തിലെ ഗിരിധി മൈതാനത്ത് തടിച്ചുകൂടിയ പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ കൽപ്പന ആദ്യത്തെ രാഷ്ട്രീയ പ്രസംഗം കാഴ്ചവെച്ചു. കൽപ്പനയുടെ രാഷ്ട്രീയ പ്രവേശനം ഗുണകരമാകുമോ എന്നറിയാൻ JMM രഹസ്യ സർവേ നടത്തിയെന്നും ഇതിൽ അനുകൂലമായ പ്രതികരണം ലഭിച്ചു എന്നും വാർത്തകൾ വന്നു. ഈ സാഹചര്യത്തിനാണ് ഇന്ത്യ മുന്നണിയുടെ റാലി നടന്നത്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ മുഖമായി അവതരിപ്പിക്കപ്പെട്ടു അവിടെയും കൽപ്പന. അവിടെ ഗംഭീരമായി പ്രസംഗിക്കുകയും ചെയ്തു. ഹേമന്തിനൊപ്പം പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൽപ്പന സജീവമായിരുന്നില്ല. 2019-ൽ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു. എന്നാൽ കുടുംബകാര്യങ്ങളിലാണ് ശ്രദ്ധ ചെലുത്തുന്നതെന്നും അതിൽ സന്തോഷവതിയാണെന്നുമാണ് അന്ന് കൽപ്പന പറഞ്ഞത്. ഒഡീഷക്കാരിയായ കൽപ്പനയുടെ പ്രതികരണം. 2006-ലായിരുന്നു കൽപ്പനയുടെയും ഹേമന്ത് സോറന്റെയും വിവാഹം. 2006-ലായിരുന്നു കൽപ്പനയുടെയും ഹേമന്ത് സോറന്റെയും വിവാഹം. BTechഉം MBAയും നേടിയ കൽപ്പന ഒരു സ്കൂളും നടത്തുന്നുണ്ട്. അതുകൊണ്ട് BJP നേരിടുന്നത് ഹേമന്ത് സോറന്റെ വെറും ഭാര്യയായ കൽപ്പനയല്ല, നല്ല ബുദ്ധിവൈഭവമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു ടീച്ചർ കൂടിയായ കൽപ്പനയാണ്. JMMൽ നിന്ന് നേതാക്കളെ അടർത്തി മാറ്റി കൊണ്ടുപോയാലും ദളിത് ജനവിഭാഗം ഒന്നാകെ ഹേമന്ത് സോറന്റെ ജയിൽ ജീവിതത്തിന്റെ പ്രതിഷേധമായി കൽപ്പനയ്ക്ക് പിന്നിൽ അണിനിരക്കും എന്ന് BJPക്ക് ഭയമുണ്ട്. ദില്ലിയിൽ കെജ്രിവാളിൻ്റെയും പിന്നാലെ നിരനിരയായി നേതാക്കളുടെയും അറസ്റ്റ് വന്നതോടെ എല്ലാം ചേർന്ന് ദേശീയ തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് കടുത്ത പ്രതിരോധം ഉയർത്തേണ്ട സ്ഥിതിയിലാണ് BJP. ആം ആദ്മിക്കാരെ മുഴുവൻ ജയിലിലാക്കിയാലും സുനിതയുടെ നേതൃത്വത്തിൽ രാജ്യമാകെ ശ്രദ്ധിക്കുന്ന പ്രതിഷേധമാണ് ഉയർന്നു വരിക എന്ന് അവർ തന്നെ വ്യക്തമാക്കി. അന്താരാഷ്ട്ര സമ്മർദ്ദം വേറെയുമുണ്ട് BJPക്ക് മേൽ, കേന്ദ്ര സർക്കാരിന് മേൽ. ഇനി അതുകൊണ്ടും പോരെങ്കിൽ BJPക്ക് മറ്റൊരു മാർഗം സ്വീകരിക്കേണ്ടി വരും. സുനിതയെയും കൽപ്പനയെയും കൂടി ജയിലിലടക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഗംഭീരമാകും. തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രമുണ്ട് അപ്പക്കാള. അപ്പക്കാള തമ്പ്രാന് നെടുമുടി വേണുവിന് എതിരാളിയെ കീഴടക്കാനുള്ള വമ്പൻ ബുദ്ധി ഉപദേശിക്കുന്നുണ്ട്. ആ ബുദ്ധി ഉപദേശിച്ചതിന് ശേഷം അപ്പക്കാള പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഞാളെ ചെറിയ ബുദ്ധിയിൽ തോന്നിയാണ് അമ്പ്ര എന്ന് പറയും. അമ്മാതിരി ബുദ്ധി നരേന്ദ്രമോദിക്കും ആരെങ്കിലും ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടോ എന്തോ, എന്തായാലും നമുക്കറിയില്ല. അമ്മാതിരി ബുദ്ധി ഇമ്മാതിരി നടപടിക്ക് പിന്നിൽ ഉണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. നന്ദി, നമസ്കാരം.